ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ ജീവനൊടുക്കിയ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ വീട് സന്ദർശിച്ച് രാഹുൽ ഈശ്വർ. ദീപകിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന IT ആക്ട്സും ആത്മഹത്യാ പ്രേരണ കുറ്റവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു. മറ്റൊരാളുടെ കണ്ടന്റിനു വേണ്ടി ആരുടെയും ജീവിതം ഇല്ലാതാവരുത്. അപകീർത്തിപരമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനും കേസെടുക്കണം. ദീപക് ജീവനൊടുക്കിയതിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ദീപകിന്റെ കുടുംബത്തിന് 3,17,000 രൂപ സഹായമായി നൽകി. 24 മണിക്കൂർ സേവനം ലഭ്യമാകുന്ന പുരുഷ സഹായ സെല്ല് രൂപീകരിക്കും. അതുവഴി നിയമസഹായം ഉറപ്പാക്കും. പുരുഷാവകാശ കമ്മീഷൻ ബിൽ കഴിഞ്ഞ 11 മാസമായി നിയമസഭയിൽ കെട്ടിക്കിടക്കുകയാണ്. സ്ത്രീവിരുദ്ധരെന്ന് ചാപ്പകുത്തും എന്ന ഭയത്തിലാണ് ബിൽ പാസാക്കാൻ മടിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ ആക്ഷേപം ഉന്നയിച്ചു. അതേസമയം കേസിൽ പ്രതി ചേർക്കപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിതയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതോടെ ഷിംജിത ഒളിവിൽ പോകുകയായിരുന്നു. ഇവർ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാണ്. അറസ്റ്റ് വൈകിയാൽ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കും. ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.